பேபி உனக்கு என்ன எவ்வளவு பிடிக்கும்? ரொம்ப. எனக்காக எது வேணா செய்வியா? அப்ப இவ எதுக்கு? ஓ சொல்லு. டேய் போடா. நான் ஏன்டா போணும்? பேபி அவன் போக மாட்டானம்மா, நீ கிளம்பு. മിത്തുവേട്ടാ നിങ്ങൾ എന്താ ചെയ്യുന്നേ? ബാ നമുക്ക് മോര് കുടിക്കാലോ. ബാ വേഗം വാ. വരുന്നേ. വേഗം വാ. ஒவ்வொன்றும் என் காதல் அர்த்தங்கள் நாள்தோறும் நான் சேர்க்கும் ஞாபக சின்னங்கள். அடடா 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 ஏதோ செய்கிறாய். அடடா 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 என் நெஞ்சை கொய்கிறாய். എന്താണ്? ഒന്നുമില്ല. എന്താ നോക്കിയേ? ഒന്നുമില്ല, ചുമ്മാ. എന്നാലും പറ. കാര്യായിട്ടൊന്നുമില്ല. ഭർത്താവ് വായി നോക്കുന്ന കണ്ട് ക്ഷമിക്കാൻ യൂഷ്വൽ വൈഫ് അല്ല ഞാൻ. എന്റെ പകയും എന്റെ പ്രതികാരവും എന്റെ മാത്രം സ്വകാര്യതയാണ്. ചേട്ടാ ഇപ്പൊ പെൺകുട്ടിയെ നോക്കിയായിരുന്നോ? ഇല്ല. ചേട്ടാ നോക്കിയെന്ന് പറഞ്ഞോ? ഞാനൊരു പെൺകുട്ടിയല്ലേ, സൗന്ദര്യമൊക്കെ ആസ്വദിക്കാണല്ലേ, സത്യസന്ധമായി പറഞ്ഞു. നോക്കിയായിരുന്നോ? പോരട്ടെ, അങ്ങ് പറ. ഇനി ഇങ്ങനെ പെൺപിള്ളേരെ നോക്കാനും പാടില്ല, പിന്നെ ഇതുപോലെ സത്യസന്ധനാവാനും പാടില്ല. മനസ്സിലായോ? മനസ്സിലായി വരുന്നു അമ്മു. കാറ്റുമുണ്ടേടേ മഴച്ചാറ്റലുണ്ടേടേ നിന്നെ നോക്കി നിന്നു നേരം പോയിടേ. ഓ തോട്ടു വെള്ളത്തിൽ ഒരു തോട്ടുമുണ്ടിട്ട് നല്ല നാട്ടുവരാ മീനെ പിടിക്കാം. ഞങ്ങൾക്ക് ഡിസ്കോ ഡാൻസ് കാണിച്ചു തരൂ. എന്റെ ആരാധകര ശരിയാക്കി തരല്ല. എന്താ കിട്ടുന്നില്ലേ? പണ്ടേ പൊട്ടക്കണ്ടിൽ എടുത്തിട്ട് സമയം കഴിഞ്ഞു. ഇനി ആ രാജേഷ് ചിന്നോനെയും നമ്മുടെ അഭിശ്രീനെല്ലാം നോക്കിയിട്ട് അവർ കണ്ട് പഠിക്ക്. അവർ എത്ര നല്ല റൊമാൻറ്റിക് കപ്പിളാണ്. കനവാ ഇത് ഗാലി പേപ്പറാ കൺമയിനാൽ ഒരു കവിത കിറുക്കവാ ഇത് തകുമായ. രാജേഷിന്റെ അഭിന്റെ ഒരു ഭാഗ്യം നോക്കി എത്ര നല്ല ഭാര്യമാരോട്ട് എനിക്ക് കിട്ടിയതു ഈ കൂരിപ്പിതം. ശ്രീ ചിന്നു, നമ്മൾ മൂന്ന് ചങ്കള, നീ മൂന്ന് വട്ടമാർക്ക് അറിയാം. നീ മോഹിച്ച താരമല്ലേ, ഞാനാശിച്ച ഓമലല്ലേ, വർണ്ണച്ചപ്പിൽ സ്വർണം വെച്ചൻ കണ്ണിൽ തന്നു സ്വപ്നങ്ങൾ. വിടില്ല ഞാൻ. என்னடி பண்ற? அந்த புது பேஸ் வாங்கி வச்சிருக்கல, அது யூஸ் பண்ணலல. എന്നെ മാമ അത് പറ്റില്ല, ഇത് നമ്മൾ ഫുൾ യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ കണ്ടാ ഇനിയുണ്ട്. இந்த ரிமோட்டோட பேட்டரி இனிமே மாத்தலையா? ബാറ്ററി ഒന്നും മാറ്റണ്ട, ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇത്രേ ഉള്ളൂ. ടിക്ടോക്കില് ചേട്ടൻ ഭയങ്കര ഫാനാണ്. ചേട്ടൻ ഒരു സെൽഫി. ചേട്ടൻ ഇതിന്റെ ക്യാമറ കേടാ, അപ്പൊ ചേട്ടന്റെ ചേട്ടാ ഒന്ന് വാട്സാപ്പ് ചെയ്തേരോ? നമ്പർ എന്താ പ്രശ്നം? എന്താ ഇതില്ലാന്ന് ക്യാമറ, അപ്പൊ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പില് അയക്കാനായിട്ട്. അതിന് വാട്സാപ്പ് ഉണ്ടോ? എക്സെന്റ് ഉണ്ടല്ലോ. എന്നാ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നു. ഞാൻ വാട്സാപ്പില് വേണ്ട, ഷെയറിറ്റ് ഉണ്ടല്ലോ. നെറ്റ് ഉണ്ടോ? ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യും ചേട്ടാ, അപ്പൊ ഷെയറിറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യില്ല. ആണോ? എന്നാ ഓക്കെ. ഫോൺ എനിക്ക് ഫോട്ടോ വേണ്ട. ഫോട്ടോ മുറുകപ്പെമാനെ കുന്തത്തിലെ കുമാരനെ കണ്ടാട്ടം അങ്ങേ സുന്ദരമാ പെണ്ണല്ലോ
എന്റെ മുത്തപ്പ ഇത് ഏടി വീണ് പോയി. ഞാൻ ഏടിയില്ല പരുതി. എന്റെ മോതിരം പോയി എന്നാ തോന്നുന്നു. നീ വെച്ച് പൈസയും കാണുന്നില്ലല്ലോ മിരി. എന്നാ മിത്തുവേട്ടാ? അടി കുരിപ്പേ, എന്റെ പോക്കറ്റിൽ വെച്ച് 200 രൂപ കാണുന്നില്ലല്ലോ. ഇതെന്തിനാ? പിന്നെ നിങ്ങൾ 200 രൂപ എന്റെ മോതിരം ഇവിടെ പോയി കിടക്കും. നിങ്ങൾ അന്റെ സങ്കടം ഒന്നും കാണുന്നില്ല. ആന കഴുത്തിന്റെ അടുത്ത് ചേന കഴിയുന്നുണ്ട്. എടി ഇത് ഇന്ത്യയല്ലേ? ഇത് ഈ പാന്റിന്റെ കീശ ശീലുള്ള 200 രൂപ എനിക്ക് കാണാനേ പറ്റുന്നില്ല. നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ടാവും. വേറെ ചെലവാക്കി. ഔ എന്താണ്ടി അവിടെ കാണിക്കണേ? എടി ഇന്നത് പാലക്കാട് സദ്യയില്ലേ, ഉഷാറായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ട്രിവാൻഡ്രം സദ്യ 16 തരം കൂട്ടാനും 3 പായസം അവസാനം ബോളിയും കൂടെ കൂട്ടിട്ട് പിടി പിടിക്കുമ്പോ ഉറപ്പനായി. എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വായ തുറന്നാ പോയില്ലേ? എന്തിനാ എന്ത് മോടയാ നിങ്ങളുടെ എന്താണ്ടാ ഉണ്ണിയാ? അതിനെക്കാട്ടി നല്ലത് തന്നെയാ. കൂടുതൽ പറഞ്ഞാൽ തുറപ്പെടുത്തടിക്കുന്നത്. എന്താണ്ടിയത്? ചേച്ചിയുടെ അയൽവാസിയൊക്കെ ഒന്ന് ജീവിക്കണ്ടേ? രണ്ടെണ്ണത്തിന് ഒച്ചിമ്പാളം കാരണം കീഞ്ചി പാനുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ഇനി എന്തോ അച്ചട കാട്ട രണ്ടെണ്ണത്തിന് എടുത്തു പറിക്കാൻ ചാടിക്കളാം. പൊന്നു മോളെ, ഒരു പട്ടിനെ കൊണ്ട് എന്റെ 2 നില വീട് നശിച്ച് 4 കല്ലെടുക്കും. ആ എന്ത് പറ്റീന്നാ? എന്റെ 57 ഇഞ്ചുള്ള ടിവിയില് അതിലേക്ക് ആ പട്ടി എടുത്ത ഒരൊറ്റ ചാട്ടം എന്റെ TV പോയി. ആ അത് പിന്നെ സഹിക്കാന്ന് വെക്കാം. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോഴേ എന്റെ 1.5 പൊക്കമുള്ള എന്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ മുഴുവൻ സ്ക്രാച്ച് ആക്കി വെച്ചേക്ക. ആ അത് ഞാൻ സഹിച്ചില്ല. കൊടുത്തു ഒരേറെ എന്റെ പ്രോയും കൊണ്ട്. എടി iPhone 11 Pro. പിന്നെ ഞാൻ നോക്കിയപ്പോ ആളെ കാണാനില്ല. ഞാൻ കുറച്ചു നേരം നോക്കി വന്നപ്പോഴേ എന്റെ 25,000 രൂപ വില വരുന്ന എന്റെ ഡ്യൂറോഫ്ലെക്സ് ബെഡിൽ അപ്പിട്ട് വെച്ചിരിക്കുന്നു. എങ്ങനെ സഹിക്കൂ ഇതൊക്കെ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചേട്ടായി വാങ്ങിക്കൊണ്ട് വന്നല്ലേ 75,000 രൂപയുള്ള ഈ പട്ടീനെ. ആ സുസ്കി, ആ ഹസ്കി അങ്ങനെയും പറയും. എന്തേ നിർത്തി? അവള് വായെടുത്താ പൊങ്ങച്ചം. കപ്പിൾ ക്വസ്റ്റ്യൻ. ഇതിലാരാണ് ക്യൂട്ട്? ഇതിലാരുടെ സ്മൈലാണ് ഏറ്റവും ഭംഗി? ഇതിലാരാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുക? ഇതിലാരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? ഇതെന്തല്ല നീ എന്നെ കാണിക്കും? ഇതെല്ലാം ഞാനില്ലേ വേണ്ട ഈ കളിയില്ല എല്ലാം ഞാൻ രാത്രി കളി നോക്കണം. അപ്പൊ നീ കളിയില്ല. വേണ്ട ആ അമ്മേ, ഞാൻ ആക്കിയിട്ടുണ്ട് സാധനം കേട്ടാ. പറഞ്ഞ പോലെ തന്നെ ആക്കിയിനി. പിന്നെ മിത്തോ ഇത് കുറച്ചുള്ളപ്പോ മിത്തോട് കണ്ടിട്ട് അനക്കും വേണമെന്ന് പറയാണ്ട് ഓറ് വരുന്നുണ്ട്. നല്ല പരിപാടിയൊക്കെ. അങ്ങനെ ശരി അമ്മ വെക്ക്, ഞാനിത് ചെയ്യട്ടെ അല്ലോ. ഇതില് കണ്ടുവെക്കേണ്ടത് എനക്ക് മാത്രമേ ഉള്ളൂ കേട്ടാ. അതിനൊക്കെ ഇല്ല, എനക്ക് മാത്രമേ ഉണ്ടാക്കിയത്. എത്തുവന്നാണ് സംശയം. ഇത് 2 ദിവസം എടുത്ത് വെച്ച ചോറും പിന്നെ ഇന്നലെ നിലത്തുള്ള കയ്യിലുണ്ട്. അത് വെച്ച് ചെയ്തിട്ട് അത് നല്ലതാ. ഇവിടെ തുപ്പിയേ ഇതൊരു മനം നീറുന്ന കാഴ്ച. എൻ്റെ കല്യാണ ദിവസം അവളുടെ ആ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അറിഞ്ഞില്ല ബാക്കിയുള്ള എല്ലാ ദിവസവും അവൾ എന്നെ ഇട്ട് കരയിക്കുന്നത്. എന്തിനാണീ പൂങ്കോടിയെ എന്നെ നീ കരയിക്കണേ? അമ്മ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരേ. അതെ, കുളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കട്ടില് മാറാൻ വെച്ച മുഴുവൻ ഡ്രസ് എടുത്തിട്ടാ. പിന്നെ ഇതെന്തുവാടി? അപ്പൊ ഇതെന്തുവാ? എടീ ഇവിടെ വരെ പോണേ ഇതൊക്കെ ഇടുന്നുണ്ട് വല്ല കായണ്ട. ഒന്ന് പോയി നീ മാസ്ക് ഇടാനോ പറയണേ? അത് ഞാൻ നോക്കിക്കോളാം. നീ പോ. എന്തരാടാ അല്ല സാർ എന്റെ വീട് ഇവിടെ അടുത്തായി. അല്ല പെണ്ണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെണ്ണ് ഇട്ടാണ്ട് വന്നേക്കണം. പോയിട്ടാ. അപ്പൊ എന്റെ വണ്ടിയോ? വണ്ടി ഇട്ടിട്ടോ എന്തേരാ? പോലീസ് പിടിച്ചോടി. നോക്ക് ശരിയാണല്ലോ. എന്നിട്ട് ടിവിയിലെ ന്യൂസിലൊന്നും കണ്ടില്ലല്ലോ. അല്ല നമ്മുടെ വണ്ടി എവിടെ?
വണ്ടി ഇത് ഇട്ടോണ്ട് ചെന്നാ തരും. എന്നാ ചെന്ന് പോയി ഇട് മനുഷ്യ. ദേ നല്ല നോക്കിയിട്ടാ. ഓരോരോ നിയമങ്ങളെ. മിറി ചായ, മിറി ബ്രേക്ക്ഫാസ്റ്റ്, അത് ഇത് മനുഷ്യ ഇവിടെ കൊണ്ടുതരുന്നു. ഒന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കി അങ്ങോട്ടേക്ക്. നിങ്ങൾ ചപ്പാത്തി. എടി ചപ്പാത്തി മാത്രം, ഇതിന്റെ കൂടെ തൊട്ടുകൂടെ ചാറൊന്നുമില്ലേ? തൊട്ടുകൂടെ ചാറല്ല, പഞ്ചസാര ഉണ്ട്, പഞ്ചസാര അത് കൂട്ടി തിന്നോ. എടി കുരിപ്പ ഇങ്ങനെ പറഞ്ഞത് 2 ഓപ്ഷൻ ഉണ്ട് രാത്രിക്ക്. 2 ഓപ്ഷൻ അല്ലേ? ബേർഡേക്ക് തിന്നാ, ബേർഡേക്ക് തിന്നണ്ട, അതാണ് 2 ഓപ്ഷൻ. என்னையே பொண்டாட்டி காப்பாத்து முருகா. கேட்டா ஐயோ தமிழ் தமிழ் மாமா நீங்க எங்க இருக்கீங்க? என்னம்மா என்னையா இப்படியല്ലേ നിങ്ങൾ കുളിച്ചത്? ஷோ அந்த என்ன கிடையாதுமா. என்னடி நீ கல்யாணமா இவ்வளவு நாளாச்சு இனிமே தமிழ் பேச கத்துக்கலன்னா ரொம்ப மோசமா. ഓ ഇപ്പൊ ഞാൻ മോശക്കാരിയല്ലേ? ഉനക്കാതാണ് ഞാൻ മൂക്ക് തിരയിട്ടത്. கடவுளே கொஞ்சம் தள்ளுமா. തള്ളാനാ கொஞ்சம் ഇങ്ങ പാർക്കണ്ണാ. 1 വയസ്സുണ്ടാകുമ്പോ ഗ്രൗണ്ടിൽ കൂടെ ഡാഡി എന്നെ ഓടിച്ചിട്ടുണ്ട്. അതുമാത്രല്ല 1.5 വയസ്സായപ്പോ റിവറിലേക്ക് എടുത്തിട്ട് എന്നെ നീന്താൻ പഠിപ്പിച്ചു. നിന്നോടൊക്കെ ഉണ്ടല്ലോ ദൈവം ചോദിക്കടി, ദൈവം. അവള് കരടി കരടിക്കൂട്ടന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തീർക്കാം. വടി ഉമ്മർത്തിക്ക് വാ, ഉമ്മർത്തിക്ക് വാ. വാ. പേരിറങ്ങി വന്ന രാജകനിയോ ദേവലോക നർത്തകിയാം മങ്കയോ ഉണരുമീണം കേട്ടു അങ്ങ് പങ്കടമേളമുണ്ട് ചുണ്ടരി തുമ്പിയുടെ ചന്തവും കൊണ്ടുപോരാം. നല്ല ഡോലടി താളമുള്ള മുക്കണിക്കൂടിനുള്ളിൽ ഈരടിത്തുണ്ട് തേടാം. ചിരിച്ചമ്പക ചോപ്പ് കണ്ട് കുഞ്ഞരി പ്രാവുമൊക്കെ മതി മറന്നു പാടാം. 1 വയസ്സുള്ള എന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ആരോഗ്യം വെക്കാൻ. ഇതൊക്കെ എന്ത്? എനിക്ക് 1 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ എന്നെ കടലിൽ നീന്താൻ പൊട്ടാ. എനിക്ക് 1 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ എവിടെ എനിക്ക് ഓർമ്മ ബ്രേക്ക്ഫാസ്റ്റ് മെരി, നിനക്ക് എന്നോട് സത്യസന്ധമായ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ അടിച്ചാൽ കുത്തിയാലൊന്നും എനിക്ക് വേദന എടുക്കൂലടി. അതില്ലേ എന്ത് സ്നേഹ. താനെന്ത് തേങ്ങയാണോ കാണിക്കുന്നത്? എനിക്ക് സമയം പുല്ല്. തണുപ്പെണ്ണ പായാവൊച്ച പുതപ്പെണ്ണ പോലെ പൊരിഞ്ഞാട്ട് തിളങ്ങുന്ന മുത്ത് പറന്നാട്ട് നിനക്കുള്ളതെല്ലാം എനിക്കല്ലേ.
സൗണ്ട് ആവുന്നില്ല അങ്ങനെ അറിയാണ്ട്. ഞാനതൊന്നും മാറുന്നില്ലല്ലോ, നിന്ന് മാത്രം സൗണ്ട്. എടോ ഇതൊന്ന് കേറ്റി. താങ്ക് യു. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ചേ. ഏയ്, ഒരാൾ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ കണ്ട തെണ്ടികളുടെ വേസ്റ്റ് കുടിക്കാൻ പോലെ. ഇവൻ അന്റെ കുലുങ്ങിയുള്ള നടത്തം നമ്മൾ ഒന്ന് കാണട്ടെ. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഒരല്പം ക്രിട്ടിക്കലാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞൂടെ? എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്തിന്? ആളുകൾ വല്ല ഓടി കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം? ആ തള്ളയുടെ വെട്ടങ്ങനെ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ? കൊണ്ടില്ലല്ലോ.